ഹലോ. രാവിലെ തന്നെ അടുക്കളയിൽ നിന്ന് വൃത്തിയാക്കാമെന്ന് കരുതി കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നുണ്ട്. പക്ഷെ മടി പിടിച്ചിട്ട് ഇങ്ങനെ നാളത്തേക്ക് നീട്ടി നീട്ടി വെച്ചേക്കുമായിരുന്നു കേട്ടോ. എന്തായാലും ഇന്നങ്ങ് വൃത്തിയാക്കാൻ നിന്ന്. ആ സ്റ്റീൽ ടിൻ ഉണ്ടല്ലോ, അതിലാണ് കൂടുതലും വൃത്തിയാക്കേണ്ടത്. കാരണം അതിലായിരിക്കും ഫുൾ എക്സ്പയർഡ് ആയ സാധനങ്ങളും പ്ലാസ്റ്റിക് കവറും ഒക്കെ ഇരിക്കുന്നത്. ഈ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാനുണ്ടല്ലോ ഉപയോഗിച്ചതിന് ശേഷം ആ കവറിൽ തന്നെ ചുരുട്ടി റബ്ബർ ഇട്ടാണ് വെക്കുന്നത്. അങ്ങനെ വെച്ച് പകുതി താഴെ ഇരിക്കുന്ന ഫുൾ എക്സ്പയർഡ് ആയിട്ടുണ്ട്. അങ്ങനെ എക്സ്പയറി ആയ സാധനങ്ങളും പ്ലാസ്റ്റിക് കവറുകളും രണ്ടായിട്ട് ഫുഡും പ്ലാസ്റ്റിക് കവറും രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് തുടക്കത്തിൽ വെച്ചിട്ടുണ്ട്. അതാകുമ്പം എല്ലാം കഴിയുമ്പോൾ എടുത്ത് കളയാൻ എളുപ്പമാണല്ലോ. അങ്ങനെ നേരത്തെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ടിന്നുകളൊന്നും ഞാൻ കഴുകണില്ല കേട്ടോ. കാരണം വെളിയിൽ നല്ല മഴ നടക്കുക, കഴുകി കഴിഞ്ഞാൽ ഉണങ്ങത്തില്ലല്ലോ. പിന്നെ വൃത്തിക്ക് തുടച്ചങ്ങ് വെക്കുന്നതേ ഉള്ളൂ. അത്രയും വെച്ചപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി വന്ന സാധനങ്ങളൊക്കെ ഇത് കാണണമായിരുന്നു. ഉള്ള ലൊട്ടിലൊടുക്ക് സാധനങ്ങളെല്ലാം ഞാൻ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. പിന്നെ ഇവിടെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ വളരെ കുറവാണ്. കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ. കൂടുതലും സ്റ്റീലും അല്ലെങ്കിൽ കുപ്പി ഭരണി ഉണ്ടല്ലോ, അതാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. പിന്നെ ഈയായിട്ട് അടുക്കളയിൽ ഞാൻ അങ്ങനെ കുക്ക് ചെയ്യാറില്ല. പണ്ട് കുക്ക് ചെയ്യുമായിരുന്നു, പിന്നെ ഇപ്പം കുക്ക് ചെയ്യത്തില്ല. കാരണം തെക്കോട്ട് നിന്ന് കുക്ക് ചെയ്തുകൂടാന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇവിടെ ഗ്യാസൊക്കെ വെക്കുന്ന സ്ഥലം തെക്കോട്ടായതുകൊണ്ട് അപ്പം ഞാനങ്ങനെ കുക്ക് ചെയ്യുന്നില്ല. അപ്പുറത്ത് ചെറിയ അടുക്കളയിലാണ് കുക്ക് ചെയ്യുന്നതൊക്കെ. പിന്നെ ഈ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഫ്രിഡ്ജിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ വൃത്തിയാക്കാൻ ഞാൻ ഉപയോഗിക്കുന്നത് ഹാൻഡ് വാഷിനകത്ത് കുറച്ച് വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് അതാട്ടോ ഇവിടെ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ നല്ല മണവുമുണ്ട്, പിന്നെ പെട്ടെന്ന് വൃത്തിയാവുകയും ചെയ്യും. പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഇവിടെ വൃത്തിയാക്കാൻ. കാരണം എനിക്ക് നല്ല നീളമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മണ്ടയ്ക്ക് ഇങ്ങനെ ഈ ഷെയ്ഡ് കൂട്ടുണ്ടായതുകൊണ്ട് അത് തലയിൽ വന്ന് നന്നായിട്ട് ഇടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭയങ്കര ഹാൻഡിൽ വിത്ത് കെയർ എന്ന് പറയുന്നത് നല്ല നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം അവിടെയൊക്കെ ഒന്ന് തുടയ്ക്കാൻ. തന്നെയല്ല എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇവിടെ ഈ ടോപ്പ് ഉണ്ടല്ലോ, അത് ഭയങ്കര താണിങ്ങനെ ഒത്തിരി നീളം കുറഞ്ഞവർക്ക് വേണ്ടി പണിത കൂട്ടുണ്ട് അങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ അവിടെ എല്ലാം ഇങ്ങനെ തിരിച്ച് ഞാൻ പാർട്ടീഷനൊക്കെ നടത്തിയിട്ടാട്ടോ വൃത്തിയാക്കുന്നത്. അല്ലെങ്കിൽ ഭയങ്കര മെസ്സായി പോകത്തില്ല. എല്ലാം കൂടെ വാരിയിട്ട് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ ഓരോ സൈഡും ക്ലിയറാക്കി വന്ന് താഴോട്ട് നോക്കുമ്പോഴാണ് ഞെട്ടിയത്. കാരണം മൊത്തവും വേസ്റ്റാണ്. ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെയും ഫുഡ് വേസ്റ്റ് ഞാൻ രണ്ടായിട്ട് തിരിച്ചുകൊണ്ട് പിന്നെ കളയാൻ എളുപ്പമായിരുന്നു. ഇത്തവണ ഹരിതകർമ്മസേന എനിക്ക് നല്ലൊരു ഒത്തിരി എമൗണ്ട് പ്ലാസ്റ്റിക് കിട്ടുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് ഇതൊക്കെ നീക്കി മാറ്റി തൂത്ത് വാരി വൃത്തിയാക്കി തുടച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അടുക്കള കാണാൻ അടിപൊളിയായി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.